ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ദ ട്രാൻസ്ജെനിക് ആനിമൽസ്. എന്താണ് ട്രാൻസ്ജെനിക് ആനിമൽസ്? ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ സീ ഹിയർ ദ ആനിമൽസ് വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് എ ഫോറിൻ ജീൻ. ആനിമൽസ് ഒരു ഫോറിൻ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആനിമൽസിൽ ആ ഫോറിൻ ജീനിന്റെ എക്സ്പ്രഷൻ കാണിക്കുന്ന ആനിമൽസ് നമ്മൾ എന്ത് പറയും? Transgenic animals. Means we have transferred one foreign gene into a organism, and in that organism that gene will be expressed or that gene will be functional. That is called as the transgenic animals. പല തരത്തിലുള്ള transgenic animals ഉണ്ടാക്കിയിട്ടുണ്ട്. Example for this is rat, rabbit, fish, അതുപോലെ cow, then pig, sheep. ഇതൊക്കെ transgenic animals ആണ്. Yenna, see here, the transgenic animals actually we are making for studying many things in the organisms as well as for doing the safety control. Endurum oru safety measurement. Adinakku venditana nammal ee transgenic animals ne use cheyna oro application parayumbol njan parayam. So here ഈ ഇത്രയും ഓർഗാനിസത്തിനാണ് ഈ തരത്തിലുള്ള ഓർഗാനിസത്തിനെയൊക്കെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ട്രാൻസ്ജെനിക് ആനിമൽസ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും ഏകദേശം 95% of the animals which is transgenic that comes in mice. മൈസിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെനിക് ആനിമൽസ് ഉള്ളത്. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ transgenic animals ഉണ്ടാക്കിയിട്ടുള്ളത്? So the first purpose of making the transgenic animals നമ്മുടെ NCERT textbook ൽ കൊടുത്തത് to study the normal physiology as well as the development. To study the normal physiology and development. To study normal physiology and ഡെവലപ്മെന്റ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു ജീനിന്റെ റെഗുലേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ജീൻ എങ്ങനെയാണ് നോർമലി ഫങ്ഷൻ ചെയ്യുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. എന്താ ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്നറിയോ? ഇൻസുലിന്റെ പോലത്തെ സ്ട്രക്ചർ ഉള്ള ലിവറിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ പോളിപെപ്റ്റൈഡ് ആണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ചൈൽഡ്ഹുഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിനെ നമ്മൾ വേറൊരു പേരും വിളിക്കുന്നുണ്ട്, സൊമാറ്റോമെഡിൻ സി. ഓക്കെ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ വി ആർ കോളിംഗ് ആസ് സൊമാറ്റോമെഡിൻ സി. ഇതിന് സൊമാറ്റോമെഡിൻ സി എന്നും പറയുന്നുണ്ട് കേട്ടോ. പണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഈ സൊമാറ്റോമെഡിൻ സി എന്ന് പറയുന്ന അങ്ങനെ ഇതിന് പകരം ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിന് പകരം ഒരു സൊമാറ്റോമെഡിൻ സി എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറെ കുട്ടികളെ തെറ്റിക്കാനുള്ള കാരണം സൊമാറ്റോമെഡിൻ സി എന്നുള്ള ടേം അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയോളാം, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ലിവറിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ പോളിപെപ്റ്റൈഡ് ആണ്. ചൈൽഡ്ഹുഡ് ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണിത്. ഇത് സിന്തസൈസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് മെയ്ഡ് ദ ട്രാൻസ്ജെനിക് ആനിമൽ ഹിയർ. ഓക്കെ, ആൻഡ് ഇതിന്റെ ഇത് എങ്ങനെയാ അവര് സ്റ്റഡി ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ IGF-1 ജീൻ എന്ന് പറയുന്ന ഒരു ജീനാണ് ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിനെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ജീനിന്റെ പേരാണ് IGF-1 ജീൻ. ഈ IGF-1 ജീൻ ഒരു ട്രാൻസ്ജെനിക് ആനിമൽ അല്ലെങ്കിൽ ഒരു ആനിമലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു ട്രാൻസ്ജെനിക് ആനിമൽ ഉണ്ടാക്കി അതിനകത്ത് എങ്ങനെയാണ് ആ ഡെവലപ്മെന്റൽ സ്റ്റേജസ് അല്ലെങ്കിൽ ആ റെഗുലേഷൻ ഓഫ് ദ ഡെവലപ്മെന്റ് അത് ഇംപ്രൂവ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഗ്രോത്ത് ആണ് ആ ചൈൽഡ്ഹുഡിൽ അവർ കാണിക്കുന്നത്, ആ ഡെവലപ്മെന്റൽ സ്റ്റേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ് ദിസ് വൺ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ടു സ്റ്റഡി അബൌട്ട് ദ ഡിസീസസ്. നെക്സ്റ്റ് പർപ്പസ് ഓഫ് മേക്കിംഗ് ദ സ്റ്റഡി അബൌട്ട് ദ diseases. Next purpose of making transgenic animal to study about the diseases. നോക്കിക്കേ, നമ്മൾ animals, if we are making some changes in the genetic material, which type of disease it is developing due to that change, അതും എന്താണ് പറയാ, transgenic animals തന്നെ ഉണ്ടാക്കിയിട്ടാണ്. അതായത് we are introducing some disease in that particular organism and we are checking
what all symptoms it is shown by that organism when it is developing the disease, and we can make the drugs or we can make the medicine for that particular disease, and we can implement that into transgenic animals, and we can check which kind of development or which kind of disease curing it is made by that medicine. എങ്ങനെയാണ് ആ മെഡിസിൻ ആ ഓർഗാനിസത്തിൽ വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും if we are doing this kind of experiment. Okay, ഇത് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. Like it is running, not applied, it is running in the diseases such as cancer, cystic fibrosis, rheumatoid arthritis, Alzheimer's disease. ഓക്കെ, അപ്പൊ ഈ ക്യാൻസറിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, ജീനിന്റെ റെഗുലേറ്ററി കപ്പാസിറ്റി ഇല്ലാതെ പോകുന്നതാണ് എന്ത് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഒരു സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്, അത് ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റിപ്ലിക്കേഷൻ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ റെഗുലേഷൻ കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ സെല്ല് അൺവാണ്ടഡ്ലി അത് റിപ്പീറ്റഡ് ഡിവിഷൻ നടക്കുകയും അൺവാണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ആ അൺവാണ്ടഡ് ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്യാൻസർ എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനത്തെ കേസിൽ എവിടെ ഉണ്ടാകുന്ന റെഗുലേഷൻ കപ്പാസിറ്റി എവിടെ നിന്നാണ് ലോസ് ആവുന്നത് അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ മേക്ക് ദ ട്രാൻസ്ജനിക് ആനിമൽസ് വിത്ത് ദ സെയിം ഡിസീസസ് ബൈ ഓൾട്ടറിങ് ദ ജീൻ. ആ ജീനിന്റെ ഓൾട്ടറേഷൻ നടത്തിയിട്ട് നമുക്ക് ആ ഡിസീസ് ആ ഓർഗാനിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ആ ഡിസീസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ട്രീറ്റ്മെന്റ്, ദാറ്റ് മേ ബി കീമോതെറാപ്പി, ദാറ്റ് മേ ബി യൂസിങ് ഓൺലി ഡ്രഗ്സ് ഓർ ബൈ മേക്കിംഗ് സം മ്യൂട്ടേഷൻ ഇൻ ദാറ്റ് ഓർഗാനിസം. എന്നിട്ട് നമുക്കത് ഹ്യൂമൻ ബീങ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ജസ്റ്റ് യൂസിങ് ദീസ് ഓർഗാനിസം ആസ് ദ എക്സ്പെരിമെന്റൽ ഓർഗാനിസം. അത് വേറൊരു ആപ്ലിക്കേഷൻ ആണ്. ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ബയോളജിക്കൽ പ്രോഡക്റ്റ്. തേർഡ് വൺ ഇറ്റ് ഈസ് ബയോളജിക്കൽ പ്രോഡക്റ്റ്. Formation of the biological product in a transgenic animals. Transgenic animalsile biological product ഉണ്ടാക്കി എടുക്കാം. അതായത് ഇപ്പൊ നമ്മള് a biological product which is required for a human, if it is very expensive to make outside, we can make it in a living organism, and if we are able to extract that particular product for the treatment of a disease in a human being, അതൊരു വളരെ വലിയ കാര്യമാണ് അല്ലേ. അതിനൊരു എക്സാമ്പിൾ ആണ് alpha-1 antitrypsin എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, alpha-1 antitrypsin. ഈ alpha-1 antitrypsin എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് we can see alpha-1 antitrypsin, if we say, that is used for treating the disease emphysema. എന്താ emphysema എന്ന് പറയുന്നത്? നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കുറഞ്ഞു പോകുന്ന ഒരു ഡിസീസ് ആണ് emphysema. സാധാരണ നമ്മൾ എന്താണ് emphysema ഒക്കെ ഉണ്ടാകുന്നത് സാധാരണ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആളുകളിലാണ് emphysema ഉണ്ടാകുന്നത്. emphysema എന്ന് പറയുന്നത് ആൽവിയോളാർ സാക്ക് ഇറ്റ് വിൽ അണ്ടർഗോ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഇറ്റ് വിൽ അണ്ടർഗോ ഡാമേജ്. അപ്പൊ ആൽവിയോളാർ സാക്ക് ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആൽവിയോളാർ സാക്കിന്റെ ഉള്ളിൽ എയർ ഫില്ല് ചെയ്ത് അങ്ങനെ നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ആ ആൽവിയോളാർ സാക്സ് എല്ലാം കൊളാപ്സ് ആവുകയും നമുക്ക് ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവും. ദാറ്റ് ക്യാൻ ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അപ്പൊ അങ്ങനത്തെ ഓർഗാനിസത്തില് ആ emphysema എന്ന് പറയുന്ന ഡിസീസിൽ അതിനകത്ത് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് alpha-1 antitrypsin എന്ന് പറയുന്നത്. ഈ alpha-1 antitrypsin, if we are able to make in a transgenic organism, that is very easy for us to extract this product and introduce in the human being who is suffering from this emphysema disease. പിന്നെ വേറെ ഒന്നെന്താന്ന് വെച്ചാല് we can see it is used for the treatment of this one phenylketonuria, this one cystic fibrosis. ഇതിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടും നമുക്ക് whatever product it is, phenylketonuria എന്ന് പറയുന്ന ഫിനൈൽ അലിനിനെ തൈറോസിനാക്കി കൺവേർട്ട് ചെയ്യുന്ന ഫിനൈൽ അലിനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം ആണ് അല്ലെ. അപ്പൊ ഈ ഫിനൈൽ അലിനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഫിനൈൽ അലിനിൻ ടു തൈറോസിൻ. ആ ഒരു പ്രോസസ് നടന്നില്ലെങ്കിലാണ് നമ്മൾ എന്തുണ്ടാവുക, ഫിനൈൽ കെറ്റോനൂറിയ ഉണ്ടാവുക. അപ്പൊ ഫിനൈൽ അലിനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം if you are able to incorporate into a patient who is suffering from the phenylketonuria, that is an advantage അല്ലെ. അതും ഒരു എന്താ പറയാ ആ ഒരു ഡിസീസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു അറ്റംപ്റ്റ് ആണ്. That biological product, it can be made in a transgenic organism and we can incorporate this into human beings, right? Then the next application, it is in the cystic fibrosis. Cystic fibrosis lum ഇതേപോലെ തന്നെയാണ് ട്രാൻസ്കണ്ടക്റ്റൻസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ് മെംബ്രെയിൻ കണ്ടക്റ്റൻസ്
റെഗുലേറ്റർ എന്ന് പറയുന്ന ഒരു എൻസൈമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോട്ടീനാണ് സിസ്റ്റിക് ഫിബ്രോസിസിന് കാരണമാണ്. അങ്ങനെ ഒരു പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് സിസ്റ്റിക് ഫിബ്രോസിസ് ഉണ്ടാകുന്നത് കേട്ടോ. transmembrane conductance protein, transmembrane conductance regulator protein or transmembrane conductance protein. ഇത് ആണ് സിസ്റ്റിക് ഫിബ്രോസിസ്. അത് ഇല്ലെങ്കിലാണ് സിസ്റ്റിക് ഫിബ്രോസിസ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ജനിക് ആനിമലിന് അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്, റൈറ്റ്? അപ്പോൾ സിസ്റ്റിക് ഫിബ്രോസിസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ഇതേ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ the rosy cow, which is modified cow, or it is a transgenic cow which is able to produce the milk with human alpha lactalbumin. ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ നമ്മൾ പറയാറുണ്ട് കൊച്ചു കുട്ടികൾക്ക് കൗ മിൽക്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല, അവർക്ക് പലതരത്തിലുള്ള കഫക്കെട്ട് പോലത്തെ ഡിസീസസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എ സ്മോൾ ബേബി. അപ്പൊ ഈ പ്രോട്ടീൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത മിൽക്ക് നമുക്ക് കവിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, മദേഴ്സ് മിൽക്ക് അവൈലബിൾ അല്ലാത്ത കുട്ടികൾക്ക് ദാറ്റ് ക്യാൻ ബി ഫെഡ് വിത്ത് ദിസ് കൗ മിൽക്ക് which is having this human alpha lactalbumin protein. അത് ഏകദേശം 2.4 grams of this human alpha lactalbumin protein is incorporated in 1 liter of milk. അങ്ങനത്തെ പശുവിനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ that is a transgenic animals which we can apply for the production of biological product for the normal growth of a human baby. ഓക്കെ, അപ്പോൾ നാച്ചുറൽ കൗ മിൽക്കിനേക്കാൾ മോഡിഫൈഡ് ഉള്ള നമുക്ക് ഒരു കുഞ്ഞിന് വേണ്ട പ്രോട്ടീൻ ഉള്ള മിൽക്ക് നമുക്ക് കവില് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ ട്രാൻസ്ജനിക് ആനിമലിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ടു സ്റ്റഡി ദ വാക്സിൻ സേഫ്റ്റി. വാക്സിൻ സേഫ്റ്റി, വാക്സിൻ എന്ന് പറയുന്നത് എന്താ? വാക്സിൻ പലതരത്തിലുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ഈ വാക്സിൻ? ഏതൊക്കെ തരത്തിലുള്ളതാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത്? വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ ആക്റ്റീവ്ലി ഇമ്മ്യൂണൈസ് ചെയ്ത് വെക്കുന്നത്, അതായത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ബോഡീനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക, നമ്മളായിട്ട് നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ സജ്ജീകരിച്ച് വെക്കുന്ന ഒരു പ്രോസസ്സാണ് വാക്സിനേഷൻ. വാക്സിനേഷനിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡിക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണ്. ഇതേ തരത്തിലുള്ള ഓർഗാനിസം, പത്തോജനിക് ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്, ഇത് നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ആന്റിബോഡി സിന്തസൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ നേരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളൊരു അവയർനെസ് ബോഡിക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. വാക്സിനേഷൻ പല തരത്തിലുണ്ട്. ഒന്ന് ആറ്റിന്യൂവേറ്റഡ് വാക്സിനേഷൻ ഉണ്ട്, ലൈവ് വാക്സിൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് we can see killed vaccines are there, അതേപോലെ ടോക്സിൻ വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പറയുമ്പോൾ ആ ചാപ്റ്ററിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാക്സിനേഷൻ എന്നുള്ളത്. നൗ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, വാക്സിൻ നമ്മൾ ബോഡിയിലേക്ക് എടുക്കുന്ന സമയത്ത് വി ആർ യൂസിങ് എയ്തർ ദ ടോക്സിക് protein which is inactivated, ഒരു ഇനാക്ടിവേറ്റ് ചെയ്ത ഒരു ടോക്സിക് പ്രോട്ടീനെ നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടുക എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടീന്റെ ഒരു സ്ട്രക്ചറിന്റെ ഒരു അവയർനെസ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ yes, it is a pathogenic substance, so I need to synthesize and secrete antibody എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് സിന്തസൈസ് ചെയ്യും? ആന്റിബോഡി സിന്തസൈസ് ചെയ്യും. ആന്റിബോഡി സിന്തസൈസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് സോൾജിയേഴ്സ് ഒക്കെ റെഡിയായി എല്ലാം ഫൈറ്റ് ചെയ്യാൻ റെഡിയായി വരുമ്പോഴായിരിക്കും ഡിഫൻസ് മെക്കാനിസത്തിന് മനസ്സിലാകുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ പാത്തജൻ, സോ ദർ ഈസ് നോ നീഡ് ഓഫ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ഇറ്റ് എന്ന് അവർക്ക് മനസ്സിലാവും. എന്തൊക്കെ അവർ സജ്ജീകരിച്ച് വെച്ചോ അതൊക്കെ അവരവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ നെക്സ്റ്റ് റിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ഓർഗാനിസത്തിന്റെ, നമ്മൾ ആ കൊടുത്ത വാക്സിന്റെ പോലത്തെ റിയൽ പ്രോട്ടീൻ അവർ നമ്മുടെ ബോഡീനെ ഇൻഫെക്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ സോൾജിയേഴ്സ്, അതിനെതിരെയുള്ള സോൾജിയേഴ്സ് ഒക്കെ റെഡിയാണ്. സോ ദേ ക്യാൻ ജസ്റ്റ് ഫൈറ്റ് അറ്റ് ദാറ്റ് മൊമെന്റ്, വേറെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പൊ അതൊരു തരത്തിലുള്ള വാക്സിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആ ടോക്സിൻ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ദ ടോക്സിൻ വി ആർ ഇനാക്ടിവേറ്റിംഗ് ദ ടോക്സിൻ ആൻഡ് വി ആർ ഗിവിംഗ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്തതാണെങ്കിൽ പോലും ഇഫ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഇനാക്ടിവേറ്റഡ് ഇറ്റ് വിൽ എഫക്ട് അവർ ഹെൽത്ത് അല്ലെ. നമ്മൾ എന്താ പറയാ, വെറുതെ ഇരിക്കുന്ന ഒരാളെ നമ്മൾ ഇൻഫെക്ഷൻ കുത്തിവെക്കുന്ന പോലെയായിപ്പോ. അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റി ലെവലൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ജനിക് ആനിമൽസിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ
കൊടുക്കാൻ പോകുന്ന വാക്സിന് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, or we will develop an organism which is more sensitive towards that toxin, and after that we will apply this vaccine to that organism and we will see any side effect it is showing by that transgenic animal. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് നേരെ അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറൊരു ഓർഗാനിസത്തിൽ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് ആ ഓർഗാനിസം നമ്മളേക്കാൾ കൂടുതൽ ആ പ്രോട്ടീനോട് അല്ലെങ്കിൽ ആ ആൻറ്റിജനോട് സെൻസിറ്റിവിറ്റി കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്തുണ്ടാവും, സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ആ സൈഡ് എഫക്റ്റ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇഫ് ദർ ഇസ് നോ എനി സൈഡ് എഫക്റ്റ് ഓർ എനി ബാഡ് എഫക്റ്റ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദിസ് വാക്സിൻ ഇൻ ദ ട്രാൻസ്ജെനിക് animal, then we can understand that can be given to the human being safely because we are more resistant towards that particular antigen. കാരണം എന്താ, നമ്മൾ സെൻസിറ്റീവ് ആക്കിയ ഓർഗാനിസത്തിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ വേറൊരു തരത്തിലുള്ള വാക്സിനെ പറ്റി പറഞ്ഞു, ആറ്റിനുവേറ്റഡ് വാക്സിൻ അല്ലെങ്കിൽ എന്താ പറയുക ലൈവ് വാക്സിൻ ഓർ കിൽഡ് വാക്സിൻ. നമ്മളിപ്പോൾ ഒരു കിൽഡ് ഓർഗാനിസത്തിനെയാണ് കൊടുക്കുന്നത്. ആ കിൽഡ് ഓർഗാനിസത്തിന് കൊടുത്താലും ദാറ്റ് വിൽ ബി ഹാവിങ് ദ എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോട്ടീൻ ഓൾറെഡി പ്രസന്റ് ഇൻ ദാറ്റ് ഓർഗാനിസം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്നത് ആറ്റിനുവേറ്റഡ് എന്നാണ് പറയുക. അതായത് നമ്മൾ ഇനാക്ടിവേറ്റ് ആയിട്ടുള്ള പാത്തോജനെ അത് കംപ്ലീറ്റ് കില്ല് ചെയ്യല്ല ശരിക്കും ചെയ്യുന്ന. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഓർഗാനിസം അപ്പം അത് പാത്തോജനിക് ആണ്, നമ്മുടെ ബോഡിയിലേക്ക് അത് കയറി കഴിയുമ്പോൾ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഇൻഫെക്ഷൻ ആ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. ആ പ്രോട്ടീനെ നമ്മൾ എന്ത് പറയും, ആന്റിജൻ എന്ന് പറയും അല്ലെ. ആ ആന്റിജനെ മാത്രം, ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ റീജിയൻ ഓഫ് ജീൻ ഉണ്ടല്ലോ അതിനെ മാത്രം നമ്മൾ അങ്ങ് ഇനാക്ടിവേറ്റ് ചെയ്ത് കളയും. അപ്പൊ ഈ പാത്തോജൻ നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്താ അവയർനെസ് ആ കിട്ടുന്നതെന്ന് വെച്ചാൽ യെസ് വൺ പാത്തോജൻ ഹാസ് entered inside our body. So what happened, our body immune system will be induced for the production of antibody, for the production of T cytotoxic T cells or B lymphocytes അല്ലെങ്കിൽ T lymphocytes B lymphocytes ഒക്കെ പ്രൊഡക്ഷൻ അത് ഇൻഡ്യൂസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ T lymphocytes B lymphocytes ഒക്കെ ഈ പാത്തോജനിക് ഓർഗാനിസത്തിനോട് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് വലിയ കാരണമൊന്നുമല്ല. കാരണം എന്താണ്, അവർ ആ മാരക വിഷം അതായത് ആന്റിജൻ അത് നമ്മുടെ ബോഡിയിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നില്ല, അതിനുള്ള കഴിവില്ല. അപ്പൊ എന്തായി, നമ്മൾ റെഡിയായ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും ഒക്കെ മെമ്മറി ആയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ റിയൽ ആയിട്ടുള്ള ഇവരുടെ പാത്തോജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആന്റിബോഡീസിനെ സെക്രീറ്റ് ചെയ്യുക. ആ ആന്റിബോഡി ഇവർ ആന്റിജനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് ആന്റിബോഡി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അവർക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഒരു അറ്റിനുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ആ ഓർഗാനിസത്തിന് വേറെന്തെങ്കിലും സൈഡ് എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു വാക്സിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഉണ്ടാക്കി ആ വാക്സിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഈ വാക്സിൻ ഇൻജെക്ട് ചെയ്ത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എനി സൈഡ് എഫക്റ്റ് ഓർ ദ ബാഡ് എഫക്ട്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് this will not be able to use in our body. അത് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താണ്, ധൈര്യമായിട്ട് നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ വാക്സിൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇതേപോലെയാണ്. സാധാരണ ഇത് മൈസിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് മങ്കിയിലും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ദ ട്രാൻസ്ജെനിക് ആനിമൽസ് ആർ യൂസ്ഡ്. ഇവിടെ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയാനുള്ള കാര്യം എന്താ, നമ്മൾ അവരുടെ ജീനിനെ മോർ സെൻസിറ്റീവ് ആക്കി വെക്കും. ആരോട്, ആ പർട്ടിക്കുലർ വാക്സിനോട് കേട്ടോ. The next one is chemical safety testing. Chemical safety testing ന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് എന്നറിയോ? See here, if you are making any drug or any medicine, ആ മെഡിസിൻ നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം പല മെഡിസിൻസും നമ്മൾ കഴിക്കുന്നതിന് എന്തുണ്ട്, സൈഡ് എഫക്റ്റ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിൻ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ദൂഷ്യം ചെയ്യും. അപ്പോൾ ആ സൈഡ് എഫക്റ്റ് എത്രമാത്രം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് we will do the same procedure as we have done in the case of vaccine safety test or vaccine safety testing in the transgenic animal. അതേപോലെ തന്നെ ഒരു transgenic animal which is sensitive to this particular toxic substance. ഇവിടെ ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിസിനിലുള്ള സൈഡ് എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയാ, എന്ത് മെഡിസിൻ കഴിച്ചാലും നമുക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലെ. ആ സൈഡ് എഫക്റ്റ് അതിനെയാണ് നമ്മൾ ടോക്സിസിറ്റി എന്ന് പറയുന്നത് കേട്ടോ.
ആ ടോക്സിസിറ്റിക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ ആ ഡ്രഗ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ട്, ആ ടോക്സിസിറ്റിനെ ടോളറേറ്റ് ചെയ്യാൻ ഈ ഓർഗാനിസത്തിന് പറ്റുന്നുണ്ടോ, അതേപോലെ ആ ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണോ ഈ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. Chemical safety testing for that, if we are making the transgenic organism more sensitive to that particular toxic substance, and if we are using that organism for checking the toxicity of that particular drug or medicine. Okay, അതാണ് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കുറച്ച് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. എത്തിക്കൽ ഇഷ്യൂസ് പറയുമ്പോൾ നമുക്കറിയാം ഈ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ. ബയോടെക്നോളജിയിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ എന്താണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണ് അല്ലേ. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എടുത്ത് ആ പ്രോജക്റ്റ് നമ്മൾ ജസ്റ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് പലതരത്തിൽ ഉള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കി പല ഓർഗാനിസത്തിനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേ ബി എ ത്രെറ്റ്. നമുക്ക് ഒരു റെഗുലേഷൻ വേണം. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു റെഗുലേഷൻ വേണം. ഒരു റെഗുലേഷനും ഇല്ലാതെ ചുമ്മാ കുറെ ഓർഗാനിസത്തിനെ നമ്മൾ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബിക്കം അറ്റ് ലാസ്റ്റ് എ ത്രെറ്റ് ടു അവർ എക്കോസിസ്റ്റം ഇറ്റ്സെൽഫ് അല്ലെ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പല ഇംഗ്ലീഷ് സിനിമയിലും നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ പുതിയൊരു തരത്തിലുള്ള ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതും അത് ഹ്യൂമൻ ബീങ്സിന് ത്രെറ്റ് ആയിട്ട് മാറുന്നതും ഒക്കെ അല്ലെ. അതൊക്കെ ഒരു ഇമാജിനേഷനാണ്. അവർക്ക് അങ്ങനെ റെഗുലേഷൻ ഒന്നും ഇല്ലാതെ ഒരു തരത്തിലുള്ള പ്രോജക്റ്റും ചെയ്യാൻ പറ്റില്ല. ഒരു പുതിയ പ്രോജക്റ്റ് വന്നാല് അത് ഏത് തരത്തിലുള്ള എഫക്റ്റ് ആയിരിക്കും എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുക, എന്ത് ബെനിഫിറ്റ് ആയിരിക്കും ഹ്യൂമൻ ബീങ്സിന് അങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവുക, ഇതൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ പ്രോജക്റ്റിന് സാങ്ഷൻ കൊടുക്കുള്ളൂ. അപ്പൊ ആ പ്രോജക്റ്റിന് സാങ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ എത്തിക്കൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫീൽഡ് അത് കൺട്രോൾ ചെയ്യുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയാണ് കേട്ടോ. സോ ദ എത്തിക്കൽ ഇഷ്യൂസ് ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, GEAC. ഇതും ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവരാണ് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയും, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ എങ്ങനെ നമ്മൾ പബ്ലിക് സർവീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പബ്ലിക് സർവീസിന് യൂസ് ചെയ്യാൻ കഴിയുമോ, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയാണ് കേട്ടോ. അതേപോലെ വി ക്യാൻ സി ദ ബയോപേറ്റൻസി അല്ലെങ്കിൽ ബയോപേറ്റൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസ് അല്ലെങ്കിൽ ആ പേറ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് വി നീഡ് ടു അപ്ലൈ ചെയ്യുന്നതും ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ഈ പേറ്റൻസി കിട്ടാന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് പേറ്റൻസി കിട്ടുന്നത്, അത് പേറ്റൻസി കിട്ടാത്തത് കൊണ്ടുള്ള ഒരു എഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസം എന്ന് പറയുന്ന റൈസ് ആണ് കേട്ടോ. ഏകദേശം 2 ലക്ഷം വെറൈറ്റി റൈസ് ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ. അത് നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് 27 വെറൈറ്റി ബസ്മതി റൈസ് തന്നെയുണ്ട് നമുക്ക്. ഈ ബസ്മതി റൈസ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കട്ടുകൊണ്ട് പോയിട്ട് അമേരിക്കൻ കമ്പനീസ് അവരുടെ പേറ്റൻസി അവർക്കതിന് പേറ്റൻസി സ്വീകരിക്കും. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അതിന് മാർക്കറ്റിങ്ങിന് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ എത്തി. അതായത് 1997 അമേരിക്കൻ കമ്പനി ഗോട്ട് പേറ്റന്റ് റൈറ്റ് ഓൺ ബസ്മതി റൈസ് ത്രൂ ദ US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസ്. US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസിൽ നിന്ന് 1997 ഒരു ബസ്മതി റൈസിന് അവർ പേറ്റൻസി സ്വീകരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പതറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പുവർ ഫാർമേഴ്സ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബസ്മതി റൈസിനെ അവർ ഡ്വാഫ് വെറൈറ്റി ആയിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്ത് അതിന്റെ ഈൽഡ് കൂട്ടി സെയിം വെറൈറ്റി റൈസിനെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്കുണ്ടായ ദൂഷ്യം എന്താന്ന് വെച്ചാൽ നമ്മളാണ് ബസ്മതി റൈസ് ആദ്യം കൾട്ടിവേറ്റ് ചെയ്തിരുന്നതെങ്കിലും അത് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവരുടെ അനുവാദം കൂടിയാലേ പറ്റുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള കാരണം ദാറ്റ് ഹാസ് ബീൻ മെൻഷൻ ഇൻ എ ബുക്ക്. പണ്ട് ഉണ്ടായിരുന്ന ഒരു ബുക്കിനകത്ത് അത് ബസ്മതി റൈസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ.
See, there is reference to basmati in ancient text, folklore and poetry as it has been grown for centuries. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലങ്ങൾ വളർത്തിയ ഒരു പ്ലാന്റ് തന്നെയാണ് അത്. അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പോയട്രിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളത് അറിഞ്ഞിരിക്കണം. ആ ഒരു പോയട്രി അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ പേരൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ടർമറിക് നീം എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, അതും ഇതേപോലെ തന്നെ ഒരു പേറ്റൻസ് സ്വീകരിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വളരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെവലപ്ഡ് കൺട്രീസിലെ പോപ്പുലേഷൻ കുറവാണ്, അവിടെ പോപ്പുലേഷനും കുറവാണ്, അവിടെ ബയോഡൈവേഴ്സിറ്റിയും കുറവാണ്. പക്ഷെ ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇറ്റ് ഈസ് suitable for the biodiversity. So we can say the biodiversity, even though we are in developing country or poor country, we can say, but still our biodiversity it is more. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സും ഒരുപാട് തരത്തിലുള്ള ആനിമൽസും ഉണ്ട്. അതിനെ മിസ്യൂസ് ചെയ്യുന്നതാണ് പല ഡെവലപ്ഡ് കൺട്രീസും. കാരണം അവർക്ക് കുറച്ചും കൂടെ ഹോൾഡ് ഉണ്ട് ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പ്ലോർ ദീസ് ഓൾ തിങ്സ് ഫ്രം ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോപൈറസി എന്ന് പറയുന്ന ഒരു റൂള് കൊണ്ടുവന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു മൾട്ടിനാഷണൽ കമ്പനിക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ് ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ള രാജ്യത്ത് പോയി അവിടുത്തെ റോ മെറ്റീരിയലിനെ എക്സ്പ്ലോർ ചെയ്യും. ആ റോ മെറ്റീരിയലിനെ അവിടുന്ന് കൊണ്ടുവന്ന് അവരുടെ നാട്ടിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആക്കി അതിന് അവരെ പേറ്റൻസ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളത് നാച്ചുറലായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലുണ്ടായതാണ്. നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സാധനത്തിന്റെ ബയോ പേറ്റൻസി വേറൊരു നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ദാറ്റ് വി വിൽ നോട്ട് ബി ഏബിൾ ടു ബെയർ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു മിസ്യൂസ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു മിസ്യൂസിന്, അതായത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ മിസ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ബയോപൈറസി. സോ ഹിയർ ദേ ഹാവ് ഗിവൻ ദ ഡെഫിനിഷൻ ഓഫ് ഇറ്റ്. ബയോപൈറസി ഇസ് ദ ടേം വിച്ച് ഈസ് used to refer to the use of bioresources by multinational companies and other organization without proper authorization. നമ്മുടെ പ്രോപ്പർ ഓതറൈസേഷൻ ഇല്ലാതെ നമ്മുടെ റിസോഴ്സസിനെ വേറെ മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്നതിനാണ് ബയോപൈറസി എന്ന് പറയുന്നത്. These all things it is protected by several patent bills, as Indian patent bill that takes such issues into consideration, including patent terms and emergency provision and research and development initiative. Okay, അപ്പോൾ നമ്മൾ ആ ബയോപൈറസിയും ബയോപേറ്റൻസിയും റീജിയൻ ഒന്ന് വായിച്ചു നോക്കണം നന്നായിട്ട്. അത് കംപ്ലീറ്റ് തിയറി പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ടേംസും അവിടെ അങ്ങനെ എടുത്ത് പറയാൻ കഴിഞ്ഞിട്ടില്ല. സോ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ളൊരു പോയിന്റ് പോലും വിട്ടു പോകാൻ പാടില്ല ആ ഭാഗത്തുനിന്ന് കേട്ടോ. അതൊന്ന് വായിച്ച് ക്ലിയർ ആക്കി പഠിച്ചോളണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് the biotechnology application.